നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം ബൈപ്പാസിലെ ശിലാഫലകത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ പേരെഴുതി ചേർത്തതിൽ സർക്കാരിന് ഒരു പങ്കുമില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 10 വർഷം കോൺഗ്രസ് ഭരിച്ചപ്പോൾ KPCC പ്രസിഡന്റിന്റെ പേര് എവിടെയും എഴുതി വെച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ സ്വയം നീതിപൂർവമായ തീരുമാനമെടുക്കണമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. 10 കൊല്ലക്കാലം UPA ഭരിച്ച സമയത്ത് ഒരിടത്ത് പോലും PCC പ്രസിഡന്റിന്റെ പേര് വെക്കണമെന്ന് ആവശ്യപ്പെടുകയോ വെക്കുകയോ ചെയ്തിട്ടില്ല. ഈ കാര്യത്തിലൊക്കെ ഒരു സ്വയം നീതിപൂർവമായിട്ടൊരു തീരുമാനം എടുക്കുന്നതാണ് ആവശ്യം. ഏതായാലും കോൺഗ്രസ് നയിക്കുന്ന UDF സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. ആ സമീപനം അത് ഭരണതലത്തിലും ജനപ്രതിനിധികളിലും. ഇന്നലെയാണ് MLA-മാരുടെ പ്രതിഷേധം കൊണ്ട് വിവാദമായ ബൈപ്പാസ് നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് നടന്നത്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി സ്ഥാപിച്ച ശിലാഫലകത്തിൽ MLA-മാർക്ക് മുകളിൽ BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരന്റെ പേര് ഉൾപ്പെടുത്തിയതാണ് പ്രതിഷേധത്തിന് വഴിവെച്ചത്. കഴക്കൂട്ടം കാരോട് NH ബൈപ്പാസ് വികസന പദ്ധതിയുടെ കഴക്കൂട്ടത്ത് നടന്ന ഉദ്ഘാടന ചടങ്ങാണ് വിവാദത്തിൽ മുങ്ങിയത്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് അനാച്ഛാദനം ചെയ്ത ശിലാഫലകത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരന്റെ പേരുൾപ്പെടുത്തിയതാണ് വിവാദമായത്. ബൈപ്പാസ് കടന്നുപോകുന്ന പ്രദേശത്തെ MLA-മാരായ MA വാഹിദ്, V. ശിവൻകുട്ടി, AT ജോർജ്, ജമീല പ്രകാശം, R. സെൽവരാജ് എന്നിവരുടെ പേരിന് മുകളിലായി V. മുരളീധരന്റെ പേര് ശിലാഫലകത്തിൽ ഉൾപ്പെടുത്തി. ഇതിൽ പ്രതിഷേധിച്ച് MLA-മാരായ ജമീല പ്രകാശം, AT ജോർജ് എന്നിവർ വേദി വിട്ടു. മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ ഒഴിവാക്കിയ ചടങ്ങിൽ V. മുരളീധരന് മുൻനിരയിൽ ഇരിപ്പിടമൊരുക്കിയതും പ്രതിഷേധത്തിനിടയാക്കി. ഈ പ്രോട്ടോകോൾ ലംഘനം സ്പീക്കറുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് MLA-മാരായ V. ശിവൻകുട്ടിയും MA വാഹിദും പറഞ്ഞു. ഇത് തനി പ്രോട്ടോകോൾ ലംഘനമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും പ്രോട്ടോകോൾ ലംഘനമാണ്. ഈ പ്രോട്ടോകോൾ ലംഘനത്തിനെതിരെ ഞാൻ സംസ്ഥാന നിയമസഭയിൽ സ്പീക്കർക്ക് പ്രിവിലേജ് കമ്മിറ്റിക്ക് പെറ്റീഷൻ കൊടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ MP ശശി തരൂർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി എന്നിവർ പ്രസംഗിക്കുന്നതിനിടെ കോൺഗ്രസ് BJP പ്രവർത്തകർ ചേരിതിരിഞ്ഞ മുദ്രാവാക്യം മുഴക്കി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. BJP സംസ്ഥാന വക്താവ് VV രാജേഷ്, V. ശിവൻകുട്ടി MLA എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ശ്രീ VV രാജേഷ്, 10 വർഷം കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ഒരിടത്തും വേണ്ടാത്ത സ്ഥലത്ത് PCC പ്രസിഡന്റിന്റെ പേരെഴുതാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇക്കാര്യത്തിൽ ഓരോ പാർട്ടിയും നീതിപൂർവകമായ തീരുമാനം സ്വയം എടുക്കണമെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞത്. എന്തേ നിങ്ങൾ സ്വയം നീതിപൂർവകമായ തീരുമാനമെടുക്കാതെ പ്രോട്ടോകോൾ ലംഘനം നടത്തുകയും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നു? ഇത് വളരെ ഖേദമുണ്ട്. കേരളം വികസനത്തിലേക്ക് കുതിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു ചർച്ച നടത്തേണ്ടി വന്നതിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ കമൻ്റാണ് ഈ ചർച്ചയുടെ ആധാരമെങ്കിൽ, ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നലെ പല ആവർത്തി ചർച്ച ചെയ്തതാണ്. ആധാരമെങ്കിൽ ഞാൻ അതിൽ പറയാം. UPA അധ്യക്ഷയായി സോണിയാഗാന്ധി കഴിഞ്ഞ 10 കൊല്ലവും ഇരുന്നപ്പോൾ സോണിയാഗാന്ധി ഔദ്യോഗികമായ ഒരു MP മാത്രമായിരുന്നു. കേരളത്തിലെ എത്രയോ ചടങ്ങുകൾ, നമ്മുടെ രാജ്യത്താകമാനം 100 കണക്കിന് ചടങ്ങുകൾ സോണിയാഗാന്ധി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടല്ലോ. ആ ഫലകങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ വേദിയിലിരുത്തിക്കൊണ്ട് MP ചടങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് സോണിയാഗാന്ധി. ആ ചടങ്ങിലൊക്കെ തന്നെ സോണിയാഗാന്ധി എന്ന് വെറും ഒരു MP മാത്രമായിരുന്നു. എല്ലാ ശിലാഫലങ്ങളിലും സോണിയാഗാന്ധിയുടെ പേരെഴുതി വെച്ചല്ലോ. കേരളത്തിൽ കുടുംബശ്രീയുടെ ഉദ്ഘാടനത്തിൽ സോണിയാഗാന്ധി വന്നിരുന്നല്ലോ. ഞങ്ങൾ ആരും ഒരു പ്രതിഷേധം ഉയർത്തിയില്ലല്ലോ. കാരണം രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ചില പ്രിവിലേജുകൾ ജനങ്ങൾ അംഗീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിൽ 19 ലക്ഷം വോട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP ആവശ്യപ്പെട്ടിട്ടോ മുരളീധരൻ ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല ശിലാഫലകത്തിൽ പേര് വന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രതിനിധികൾ CPM-നുണ്ടായിരുന്നു, MLA ആയിരുന്നു, സമ്മതിച്ചു. പക്ഷേ ഇക്കാര്യത്തിൽ അങ്ങനെ നേരത്തെ പ്രോട്ടോകോൾ ലംഘനം ഉണ്ടായിരുന്നു എന്ന വിരുദ്ധ മറുചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ അതവർ MP ആയിരുന്നുവെങ്കിലും പറയാം, ഇതൊരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് അവിടുത്തെ MLA-മാർക്ക് മുകളിൽ പേരുകാരനായി വരുന്നത്? അത് പ്രോട്ടോകോൾ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടാൻ പ്രഥമ ദൃഷ്ട്യാ അവർക്ക് കഴിയും. അക്കാര്യത്തിൽ പരാതി ഉന്നയിച്ചിട്ട് നിങ്ങളുടെ മന്ത്രി അത് മൈൻഡ് ചെയ്യുക പോലും ചെയ്തില്ല. അല്ല, അങ്ങനെ പ്രോട്ടോകോളിനെ കുറിച്ച് ആലോചിച്ചാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അംഗീകരിച്ചതാണ് അംഗീകൃത ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ. പഞ്ചായത്ത് മെമ്പർ പോലും ആയില്ലെന്നല്ലേ പരാതി. പഞ്ചായത്ത് മെമ്പർക്കല്ല, പാർലമെന്റ് സ്ഥാനാർത്ഥിക്കുൾപ്പെടെ അസംബ്ലി സ്ഥാനാർത്ഥിക്കുൾപ്പെടെ ചിഹ്നം അനുവദിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു പദവിയാണ്. ഇവിടെ 19 ലക്ഷം വോട്ട് ഞങ്ങൾക്കുണ്ട്. പ്രോട്ടോകോളിന്റെ കാര്യമാണ് പറയുന്നതെങ്കിൽ ഇന്നലെ മണിക്കൂറുകളോളം ചർച്ച ചെയ്ത ഈ വാദം ഉയർത്തുന്ന ആർക്കാ പ്രോട്ടോകോളിനെ കുറിച്ച് പറയാൻ യോഗ്യതയുള്ളത്?
കേരളത്തിന്റെ നിയമസഭയിൽ മാർച്ച് 13-ാം തീയതി നടന്ന ദൃശ്യങ്ങൾ കണ്ട തിരിച്ചറിവും ബോധവുമുള്ള എല്ലാ കുട്ടികൾക്കും അറിയാം ഈ പ്രോട്ടോകോൾ ഏമാനന്മാർ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ എന്നെ കൂടെ ഒന്നും പറയിക്കരുത്. രാജേഷ്, ഇക്കാര്യത്തിൽ ഞാനൊരു തിരുത്തുകൂടി നടത്തുകയാണ്. അതായത് നാഷണൽ അഡ്വൈസറി കൗൺസിലിന്റെ ചെയർപേഴ്സൺ കൂടിയായിരുന്നു, ക്യാബിനറ്റ് റാങ്കുള്ള പദവി വഹിച്ചിരുന്ന ആളാണ് സോണിയാഗാന്ധി എന്ന് താങ്കൾക്കറിയാം. അവർക്ക് സ്വാഭാവികമായും പ്രോട്ടോകോളിൽ മുകളിൽ തന്നെ സ്ഥാനം കിട്ടുകയും ചെയ്യും. കേവലം ഒരു MP ആയിരുന്നതിൻ്റെ പേരിലല്ല താങ്കൾ നേരത്തെ പറഞ്ഞ ഇടം അവർക്ക് പലപ്പോഴും കിട്ടിയിട്ടുള്ളത്. ശ്രീ വി ശിവൻകുട്ടി, അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ്. പ്രോട്ടോകോളിൻ്റെ കാര്യം പറഞ്ഞു ചെന്നാൽ അദ്ദേഹം അത്രേ താഴേക്ക് പോകുന്ന ആളല്ല എന്ന്. അതായത് ഇന്നലെ മുതൽ എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷ് ഒരുപാട് വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയുടെ, മുരളീധരൻ്റെ കാൽ പിടിച്ച് കിട്ടുകയാണെങ്കിൽ തന്നെയും സംസ്ഥാന രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവാണ്. ഇങ്ങനെ വിവരക്കേട് പറയല്ലേ. 19 ലക്ഷം ആൾക്കാരുടെ വോട്ടുണ്ടെന്നും കേന്ദ്രം ഭരിക്കുകയാണെന്നും ഇതൊക്കെ ഇതൊന്നുമല്ല ഇതിന് മറുപടി. BJPയുടെ കേന്ദ്ര ഗവൺമെൻറ് 31% ജനങ്ങളുടെ വോട്ട് നേടി അധികാരത്തിലുള്ള ഒരു പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മുരളീധരൻ്റെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയുടെ കുടുംബത്തിൽ നിന്നോ നരേന്ദ്രമോദിയുടെ കുടുംബത്തിൽ നിന്നുള്ള കാശല്ല ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ പ്രഖ്യാപനങ്ങൾ നടത്തി, അത് വേറെ. അതിന് 10-20 വർഷക്കാലം കഴിഞ്ഞിട്ട് നടക്കൂല എന്നൊക്കെ കണ്ടറിയാം. അതൊക്കെ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതാണ് വലിയ കാര്യമെന്ന് പറഞ്ഞു. ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ BJP സംഘപരിവാർ ശക്തികൾ അനാവശ്യമായിട്ട് എല്ലാവിധ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഇടപെടുന്നു എന്നുള്ളതാണ്. മാർച്ച് മാസം 13-ാം തീയതി നിയമസഭ നടന്ന കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ വ്യക്തിപരമായി ചർച്ച ചെയ്യണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെ വ്യക്തിപരമായി നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ സോണിയാഗാന്ധിയുടെ കാര്യം സൂചിപ്പിച്ച് അത്ര കാര്യം സോണിയാഗാന്ധി UPയുടെ അധ്യക്ഷനും കേന്ദ്ര ക്യാബിനറ്റിൻ്റെ റാങ്കുള്ള ഒരു പദവി വഹിക്കുന്ന ആളാണെന്നുള്ള വിവരമെങ്കിലും സാമാന്യമായിട്ട് BJPയുടെ സംസ്ഥാന വക്താവ് അറിയാത്തത് വളരെ വളരെ മോശമായി. രാജേഷ്, ഇക്കാര്യത്തിൽ ഇനിയിപ്പോ ഇത്തരമൊരു പ്രോട്ടോകോൾ ലംഘനം ഗുരുതരമായത് ഉണ്ടായിരിക്കുന്നുവെന്ന് സംസ്ഥാന നിയമസഭാംഗങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നിങ്ങളുടെ കേന്ദ്രമന്ത്രി, അതായത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി, അത് വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല. പോട്ടെ, ഇപ്പോഴത്തെ വികസനത്തിന്റെ കാര്യം പറഞ്ഞത് വിട്ടുകളയുന്നു എന്ന് വെക്കാം. പക്ഷെ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് ഇനിയും ഇത്തരം വികസന പദ്ധതികൾ കേരള സർക്കാരും വി മുരളീധരനുമൊക്കെ ആവശ്യപ്പെട്ടാൽ കേരളത്തിന് നൽകാമെന്ന്. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെടും, കേന്ദ്രം അത് കഴിയുമെങ്കിൽ നൽകണം. അതിന് വി മുരളീധരൻ കൂടി ആവശ്യപ്പെട്ടാൽ എന്താണ് അവിടെ വി മുരളീധരൻ്റെ റോൾ? അപ്പോൾ കൃത്യമായി അതിൽ രാഷ്ട്രീയം കലർത്തുകയാണ്, രാഷ്ട്രീയം കളിക്കുകയാണ്. വി മുരളീധരൻ ആവശ്യപ്പെട്ടാലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം സ്വാതി നിരഞ്ജൻ ജ്യോതി SNDPയുടെ പരിപാടിക്ക് വന്ന് പറയുന്നു 30 ഫുഡ് പാർക്കുകൾ ഈ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അതിലൊന്ന് SNDP ആവശ്യപ്പെട്ടാൽ കേരളത്തിന് തരാമെന്ന്. അങ്ങനെ ഒരു സമുദായ സംഘടന ആവശ്യപ്പെട്ടാലാണോ കേരളത്തിന് നിങ്ങളിങ്ങനെ പദ്ധതികൾ അനുവദിക്കേണ്ടത്? അപ്പോൾ കൃത്യമായ രാഷ്ട്രീയം ശിലാഫലകത്തിലും പദ്ധതി വിഹിതത്തിലുമൊക്കെ ചേർത്തു വിടുകയാണ് നിങ്ങൾ. അല്ല, വി മുരളീധരനോട് SNDPയോടും ഒക്കെ നിങ്ങൾക്ക് എന്താ ഇത്ര അതൃപ്തി, ഇത്ര അസഹിഷ്ണുത? ഇവിടെ ശിവൻകുട്ടി MLA പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മറുപടി പറയാൻ പറ്റില്ല. കാരണം പാതാളത്തിലേക്ക് ഇറങ്ങി, ആ പാതാളത്തിന്റെ നിലവാരത്തിലേക്ക് ഇറങ്ങിയെന്ന് മറുപടി പറയണം. അതിലേക്ക് പോകാൻ ഞാൻ തയ്യാറല്ല. സർ, ഞാൻ കാല് പിടിച്ചല്ല, താങ്കളെ പോലുള്ള ഗുണ്ടാ നേതാക്കന്മാരുടെ അഹങ്കാരത്തിന് നേരെ ചങ്കുറപ്പോടെ തിരുവനന്തപുരത്ത് മുദ്രാവാക്യം വിളിച്ച് കഴിഞ്ഞ 20 വർഷമായി തെരുവുകൾ പോരാടിയാണ് ഞാൻ വളർന്നത്. ഞാൻ ഓരോ കഥയും വേണമെങ്കിൽ പറഞ്ഞുതരാം. താങ്കൾ ഉൾപ്പെടെയുള്ളവരുടെ അഴിമതി കഥകൾക്കെതിരെ സമരം ചെയ്ത ഞാൻ വളർന്നത്. അല്ലാതെ താങ്കളുടെ പാർട്ടിയിൽ ചെയ്യുന്നത് പോലെയൊന്നുമല്ല. പിന്നെ രാജേഷിന്റെ ചരിത്രം വെല്ലുവിളിക്കുന്നു. രാജേഷിന്റെ ചരിത്രം ചർച്ച ചെയ്യണം. താങ്കൾ മേയറായിരുന്നപ്പോൾ കളിപ്പാങ്കുളത്ത് ഉൾപ്പെടെ നടത്തിയ അഴിമതികളെ കുറിച്ച് ഞാൻ വിളിച്ചു പറഞ്ഞാൽ തലയിൽ മുണ്ടിട്ടുകൊണ്ട് മാത്രമേ നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വെല്ലുവിളികളൊന്നും ഞങ്ങളോട് വേണ്ട. വിഷയം ചർച്ച ചെയ്യാമെന്നാൽ താങ്കൾ വിഷയം ചർച്ച ചെയ്യണം. അല്ല, രാജേഷിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണ് താങ്കൾ പറയുന്ന സ്ഥലത്ത് വരാൻ ഞാൻ തയ്യാറാ. താങ്കൾ തയ്യാറുണ്ടോ? അതവിടെ നിൽക്കട്ടെ. എന്തൊരു പിന്തുണയാ സോണിയാഗാന്ധിക്ക് കൊടുക്കുന്നത്. എനിക്ക് വളരെ സന്തോഷം. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. വി ശിവൻകുട്ടി MLA സോണിയാഗാന്ധിയെ വാനോളം പുകഴ്ത്തുന്നു. ഇവിടെയാണ് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വ്യക്തമാകുന്നത്. ഞാനൊരു കാര്യം പറയാലോ. അല്ല, ഞാൻ താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ സഹിഷ്ണുതയോടെ കേട്ടോണ്ടിരുന്നല്ലോ സഖാവേ. താങ്കൾ പറഞ്ഞപ്പോൾ ഞാൻ സഹിഷ്ണുതയോടെ കേട്ടോണ്ടിരുന്നല്ലോ. സോണിയാഗാന്ധിയുടെ പ്രോട്ടോകോളിനെ കുറിച്ച് ഞാൻ ഉത്തരം പറയാം. അല്ല, താങ്കൾ പ്രോട്ടോകോളിനെ കുറിച്ച് ഞാൻ പറയാം. താങ്കൾ അസംബ്ലിയിൽ താങ്കൾ മുണ്ടുയർത്തി കാണിച്ചത് ഏത് പ്രോട്ടോകോൾ അനുസരിച്ച്?
പിന്നെ പ്രോട്ടോകോൾ ഇല്ല. അസംബ്ലിയിൽ താങ്കൾ ഇന്ത്യയുടെ മേശപ്പുറത്തുകൂടി കയറി നടന്നത് ഏത് പ്രോട്ടോകോൾ പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ പ്രോട്ടോകോൾ ഉണ്ട്. കേരള അത്ര നിയമസഭയിൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാതെ ലഡു കഴിച്ചത് എന്ത് പ്രോട്ടോകോൾ അനുസരിച്ച്? അല്ല, എനിക്ക് വിവരത്തിന്റെ കാര്യം തിരുവനന്തപുരത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം. ശിവൻകുട്ടി എംഎൽഎയുടെ വിവരവും എന്റെ വിവരവും കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. താങ്കൾ വിഷയത്തിലേക്ക് വരൂ സാർ. ഞാൻ ചോദിക്കട്ടെ, താങ്കൾ വിഷയത്തിലേക്ക് താങ്കൾക്ക് ഇത്ര അസഹിഷ്ണുത എന്താ? നേമം നിയോജക മണ്ഡലത്തിൽ 18,000 വോട്ട് ഒ രാജഗോപാൽ ലീഡ് ചെയ്തപ്പോഴും കഴക്കൂട്ടം മണ്ഡലത്തിൽ 8,000 വോട്ട് ഒ രാജഗോപാൽ ലീഡ് ചെയ്തപ്പോഴും താങ്കൾക്ക് MA വാങ്ങിയതിനെ കുറിച്ച് ഞങ്ങളുടെ ഒരൊറ്റ ലക്ഷ്യം ഈ ഒരു ശിലാഫലകത്തിൽ പേര് വയ്ക്കുന്നത് കണ്ടല്ല ഞങ്ങൾ രാഷ്ട്രീയം തുടങ്ങിയത്. രാജേഷ്, ഇക്കാര്യത്തിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനിയിപ്പോ വി മുരളീധരന്റെ പേര് ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. വി മുരളീധരൻ എന്തായാലും അതിലൊരു പ്രോട്ടോകോൾ ലംഘനമുണ്ട് എന്നത് വസ്തുതയാണല്ലോ. MLA-മാർക്ക് മുകളിലായി ഒരു സംസ്ഥാന പാർട്ടിയുടെ അധ്യക്ഷന്റെ പേര് അങ്ങനെ വെക്കുക പതിവില്ല. അത് കീഴ്വഴക്കങ്ങളുടെ ലംഘനമാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അന്ന് നിതിൻ ഗഡ്കരി പ്രസംഗിക്കുകയാണ്, വി മുരളീധരനും കൂടി ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് വല്ലതും തരാം കേട്ടോ, തരാമെന്ന്. ഒപ്പം ഈ പറഞ്ഞ സാധ്വി നിരഞ്ജൻ ജ്യോതിയും ഇത് തന്നെയാണ് പറയുന്നത്. ഏത് ഒരു സമുദായ സംഘടനയെ പീഡിപ്പിക്കാൻ നിങ്ങൾ ആവശ്യപ്പെട്ടാൽ കേരളത്തിന് ഞങ്ങൾ വല്ലതും കൊടുക്കാം 30 ഫുഡ് പാർക്കുകളിൽ ഒന്ന് എന്ന്. അതായത് ഈ ശിലാഫലകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കൃത്യമായി എന്ത് രാഷ്ട്രീയമാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, ഇവിടെ ആരെ പീഡിപ്പിക്കാൻ ഏത് വഴിയാണോ ഉപയോഗിക്കുന്നത്, അതിന്റെ പ്രകടോദാഹരണമാണ്. എന്തുവേണോ തരാമെന്ന്. ഏതാണ്ട് പിന്നെ മുരളീധരന്റെയും നിതിൻ ഗഡ്കരി പറഞ്ഞത് കേരള ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ വി മുരളീധരൻ പറഞ്ഞതനുസരിച്ച് എന്താ വി മുരളീധരന് കേരളത്തിന് വേണ്ടി ഒരു കാര്യം ആവശ്യപ്പെട്ടുകൂടെ? വി മുരളീധരൻ കേരളത്തിലെ പ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവനും സമൂഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അദ്ദേഹം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? 19 ലക്ഷം ജനങ്ങൾ വോട്ട് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നം കേരളത്തിന് വികസനം നടക്കണം, കേരളത്തിന് പണം കിട്ടണം എന്നുള്ളതൊന്നും അല്ല നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ വിഷയം അദ്ദേഹം 19 ലക്ഷം വോട്ടർമാരുള്ള ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം കൂടി കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ എന്താണ് തെറ്റ്? കേരളത്തിന്റെ ഒരു വികസന പദ്ധതിയുടെ തറക്കല്ലിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി വന്നാൽ എന്താണ് തെറ്റ് എന്നാണ്. നിങ്ങൾക്ക് വികസനം കൊണ്ടുവരുന്നതിലല്ല താല്പര്യം, മറിച്ച് അവിടെയൊക്കെ നിങ്ങളുടെ പേര് എഴുതി വെക്കുക, വേറെ ആരുടെയെങ്കിലും പേര് വന്നാൽ അതിൽ തട്ടി വിവാദമുണ്ടാക്കുക, പരാതി കൊടുക്കുക എന്നതിലാണ്. ഒരു പദ്ധതി വന്നല്ലോ എന്ന ആശ്വാസമല്ല, അതിൽ പേര് വന്നില്ലല്ലോ എന്ന നിരാശയാണ് നിങ്ങൾക്ക്. അല്ലല്ല, തിരുവനന്തപുരം നഗരത്തിൽ കല്ലുകളുടെ എണ്ണം എടുത്താൽ തിരുവനന്തപുരം സിറ്റി കോർപ്പറേഷനിലെ മേയർ എന്നുള്ള നിലയിൽ 5 വർഷക്കാലവും MLA എന്നുള്ള നിലയിൽ 5 വർഷക്കാലവും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ 5 വർഷക്കാലവും പിന്നെ ഒക്കെ തന്നെ എൻ്റെ കല്ല് തന്നെയാണ്, എൻ്റെ പേരുള്ള കല്ല് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടത്. രാജേഷ് ഇറങ്ങി ഒന്ന് രാവിലെ മുതൽ ഒന്ന് എണ്ണാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ പേരിൽ കല്ല് വരാത്തല്ല, അതൊരു കീഴ്വഴക്കമായിട്ട് അനുവദിക്കാൻ വേണ്ടി പറ്റില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനിൽ KPCC പ്രസിഡന്റിന്റെയോ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണന്റെയോ പേര് മക്കുന്നതിന് വേണ്ടി തയ്യാറാവോ? അതൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട് രാജ്യത്ത്. ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി മുതൽ നമുക്കിപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കും. 30% വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളെങ്കിൽ പോലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നു. കല്ലിൽ പേര് വയ്ക്കാത്തതിന്റെ കൊതിയൊന്നുമല്ല, കല്ലിലൊക്കെ ധാരാളം പേര് ഏതൊരു നേതാവിനേക്കാൾ ജനങ്ങൾ നൽകിയിട്ടുള്ള ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിൽ കല്ലിലൊക്കെ പേര് വന്നിട്ടുണ്ട്. നിയമത്തിന്റെ കാര്യം നേരത്തെ രാജേഷ് വന്ന് രാജഗോപാൽ കഴിഞ്ഞ പ്രാവശ്യം 7,000 വോട്ടിന് തോറ്റല്ലോ, ആ തോൽവി അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കണം. നമ്മുടെ നാട്ടിൽ ജനങ്ങൾക്ക് കാര്യങ്ങൾ തെളിഞ്ഞു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ നിങ്ങൾ കർണാടക യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ കൽബുർഗിയെ വെടിവെച്ച് കൊന്നില്ലേ നിങ്ങളുടെ സംഘപരിവാർ RSS BJP ശക്തികൾ. നിങ്ങൾ ഇതാണ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തും ചെയ്യും. ജനഗണമന പാടിയാൽ അതിനെ അലോകലപ്പെടുത്തും, എല്ലാ പ്രോട്ടോകോൾ ലംഘനം നടത്തും. ഇങ്ങനെയൊക്കെ ഈ നാട്ടിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോട്ടോകോൾ ലംഘനത്തിന് പേരിൽ ഇത്രമേൽ ആശങ്കാകുലനാവുകയാണ് രാജേഷ് നിരന്തരം ചൂണ്ടിക്കാണിക്കുന്നത്. താങ്കൾ ഇത്ര വിശാലാർത്ഥത്തിൽ BJP സർക്കാരിനെയും അവരുടെ പാർട്ടിയെയും വിമർശിക്കുകയാണെങ്കിൽ വിശാലാർത്ഥത്തിൽ താങ്കളെയും പ്രോട്ടോകോളിന്റെ പേരിൽ വിമർശിക്കാൻ രാജേഷ് നിർബന്ധിതനാവും. അദ്ദേഹം അതൊരിക്കൽ പറഞ്ഞു കഴിയുകയും ചെയ്തു. എല്ലാ നിയമനിർമ്മാണ സഭകളിലും അതിന് പുറത്തുമൊക്കെ നിയമവും പ്രോട്ടോകോളും ഒക്കെ നോക്കിയാണോ താങ്കൾ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. രാഷ്ട്രീയം കലർത്തുന്ന രീതിയാണ് ഇക്കാര്യത്തിൽ വരുന്നത്. ഇത് അവസാനിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. രാജേഷ്, ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിനാണ് പ്രധാനപ്പെട്ട കാര്യം. 10 വർഷം അവരവിടെ ഭരിച്ചപ്പോൾ അവർ ഇത്തരം ഒരു ഏർപ്പാടിലൂടെയും വളഞ്ഞ വഴിയിലൂടെയും പേരുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ നിങ്ങളിന്ന് നീതിപൂർവകമായ ഒരു തീരുമാനം ആ വിഷയത്തിൽ ഇന്നലെ എടുത്തില്ല എന്നാണ്. അതായത് സ്വയം നീതിപൂർവകമായി പെരുമാറണമായിരുന്നു,
അങ്ങനെ പെരുമാറിയില്ല BJP നേതൃത്വം അവിടെ. അത്തരമൊരു പ്രശ്നം ഉയർന്നു വന്നപ്പോൾ അതിനുശേഷമെങ്കിലും നീതിപൂർവകമായ ഒരു പ്രതികരണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. മറിച്ച് അവിടെ പ്രോട്ടോകോൾ ലംഘിച്ചാണെങ്കിലും പേരുണ്ടാക്കിക്കൊള്ളട്ടെ എന്ന താല്പര്യത്തിനൊപ്പമായിരുന്നു നിങ്ങളുടെ നേതൃത്വം. അതാണ് ഉമ്മൻചാണ്ടി ആവർത്തിച്ചത്. കോൺഗ്രസിൻ്റെ നയം അങ്ങനെയല്ല, പക്ഷേ മറ്റുള്ളവർ അങ്ങനെ ചെയ്യുമ്പോൾ ആലോചിക്കണമായിരുന്നു എന്നാണ്. നിഷാദ്, ഞങ്ങൾ നീതിപൂർവമാണ് പ്രവർത്തിച്ചുള്ളത്, ഇപ്പോഴും അങ്ങനെയാണ്, ഇനിയും അങ്ങനെയാണ്. പക്ഷേ ഈ MA വാഹിദ്, ശിവൻകുട്ടി MLA മാരുടെ ഈ ഭീഷണിപ്പെടുത്തലും ഈ കളിയൊന്നും കൊണ്ട് ഞങ്ങൾ പിന്നോട്ട് പോകാൻ പോകുന്നില്ല. ഞങ്ങൾ 10 മടങ്ങ് ശക്തിയോടെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് 5 വർഷം രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളെ ഭരണമേൽപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ സേവകരായി നിന്നുകൊണ്ട് ഈ 5 വർഷം പരമാവധി കേരളത്തിന് എങ്ങനെയൊക്കെ തന്നെ വികസനം എത്തിക്കാനും അതിന് ഞങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾ ഇനി ചെയ്യാൻ പോകുന്നത് കഴക്കൂട്ടത്തെ ഫ്ലൈ ഓവർ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമം നടത്തുന്നു. അല്ല, ഇദ്ദേഹം എന്തിനാ ഇതിലിടപെട്ട് ഇങ്ങനെ ശല്യം ഉണ്ടാക്കുന്നത്? അദ്ദേഹത്തിന്റെ സമയത്ത് ഞാൻ ഇടപെടാറില്ലല്ലോ. നിങ്ങൾ അദ്ദേഹം പറയുന്ന വോയിസ് കട്ട് ചെയ്യണം നിഷാദേ. ഞങ്ങൾ എറണാകുളത്ത് വൈറ്റില മുതൽ മറുപടി പറയുകയാണെങ്കിൽ ഈ ബഹളം ഒഴിവാക്കാം. അതായത് നിങ്ങൾ ഇക്കാര്യത്തിൽ നിങ്ങളുടെ പേര് കൊണ്ടുവന്ന കാര്യത്തിൽ, അതായത് പ്രോട്ടോകോൾ ലംഘിച്ച് BJP സംസ്ഥാന അധ്യക്ഷന്റെ പേര് വന്നതിൽ നിങ്ങൾക്ക് എന്തു നിലപാടാണുള്ളത്? അത് ശരിയായി പോയോ അതോ അതിൽ തെറ്റൊന്നുമില്ല എന്നാണോ എന്നതാണ്. അതിൽ വ്യക്തതയുള്ള മറുപടി പറഞ്ഞാൽ ഈ ബഹളം ഒഴിവാക്കാം. നിഷാദെ, ബഹളം ഞാൻ നാവെടുക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ CPM-ന്റെ കമ്മിറ്റിയിൽ ബഹളം കാണിക്കുന്നത് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ ഞാൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് മൈക്ക് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കണ്ടാ. രാജേഷ് പറയൂ, ഇക്കാര്യത്തിൽ അത് തെറ്റാണോ എന്നതാണ്, അതൊരു പ്രോട്ടോകോൾ ലംഘനമാണോ, അത് ഇവരുടെ പരാതി കഴമ്പുള്ളതാണോ എന്നതാണ് എന്റെ ചോദ്യം. അവകാശം കിട്ടിയത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കൽബുർഗി താങ്കളിലേക്ക് വരാം. രാജേഷ്, ഇത് പറയൂ, ഇക്കാര്യത്തിൽ അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ ശിലാഫലകം സ്ഥാപിക്കുമ്പോൾ ഇങ്ങനെ കീഴ്വഴക്കം ലംഘിച്ച് നിങ്ങളുടെ സംസ്ഥാന നേതാവിന്റെ പേര് മുകളിൽ എഴുതിയതിൽ പിശകുണ്ടോ എന്നതാണ്. ഇവരുടെ പരാതിക്ക് കഴമ്പുണ്ടോ? അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പശ്ചാത്താപമുണ്ടോ? അല്ലെങ്കിൽ അതിൽ തെറ്റുപറ്റിപ്പോയി എന്ന അഭിപ്രായമുണ്ടോ? കേരള ജനത ചർച്ച ചെയ്യട്ടെ. ഒരു ദേശീയ പാർട്ടിയുടെ അംഗീകൃത സംസ്ഥാന പ്രസിഡന്റ്, കേരള സംസ്ഥാനത്തിന് വേണ്ടി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ കൂടി ശ്രമഫലമായി കേരളത്തിന് വികസനം ഉണ്ടാകുമ്പോൾ ഈ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി MLA പോലുള്ള എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം ഏതെങ്കിലും ഒരു കാര്യത്തിൽ പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ? ഇദ്ദേഹം വിഴിഞ്ഞത്തിന് മുടക്കാൻ ശ്രമിക്കുന്നു. ഇന്നും ചവർ വിഷയം പരിഷ്കരിച്ചിട്ടില്ല. ഇദ്ദേഹത്തിന് കഴക്കൂട്ടം ബൈപ്പാസ് ഇദ്ദേഹം എതിരാ. എല്ലാ കാര്യങ്ങളും മുടക്കി കേരളം ഇട്ടാവട്ടത്തിലായി. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. BJP ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ MLA-മാരും MP-മാരും, പക്ഷേ ഞങ്ങളുടെ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ കൊണ്ട് കേരളത്തിൽ അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എയിംസ് കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ റെയിൽവേ പാത വികസിപ്പിക്കുക, കൂടുതൽ ട്രെയിൻ കൊണ്ടുവരിക. അതാണ് അവർക്കിവിടെ MLA-മാരും MP-മാരും ഒന്നുമില്ലെങ്കിലും കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ശിവൻകുട്ടി അതായത് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം ഉപയോഗിച്ച് ഇവിടെ വലിയ തോതിൽ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ പോവുകയാണ്. അങ്ങനെ കൊണ്ടുവരുന്ന BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെയോ ജനറൽ സെക്രട്ടറിയുടെയോ പേര് ശിലാഫലകത്തിൽ അല്പം മുകളിൽ എഴുതി വെച്ചാൽ പോലും ജനം അത് ക്ഷമിക്കും. അതിൽ പ്രോട്ടോകോളിന്റെ പേരുള്ള വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് രാജേഷ് പറയുന്നത്. കേരളത്തിന് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടണം. കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ കാലഘട്ടത്തിലുള്ള അതിരൂക്ഷമായ സമരത്തെ കേന്ദ്ര BJP ഗവൺമെന്റ് വരുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് എന്ത് പ്രോട്ടോകോൾ പറയാനുള്ള മര്യാദ അവർക്കുള്ളത്? വി ശിവൻകുട്ടി, ഇന്നലെ നിങ്ങൾ ആ പരാതി ഉന്നയിച്ചപ്പോൾ അത് ഗൗരവത്തിലെടുത്തില്ല കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി എന്ന് മാത്രമല്ല, അതിനുശേഷം പ്രസംഗിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരള സർക്കാരും BJP സംസ്ഥാന നേതൃത്വവും ഒക്കെ ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇനിയും ഇത്തരം പദ്ധതികൾ കിട്ടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വി ശിവൻകുട്ടിയെയും വി മുരളീധരനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ഒക്കെ വലിയ തോതിൽ വെറുപ്പിച്ചാൽ കേന്ദ്രത്തിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? ആ നിലപാട് ഇവിടെ സംസ്ഥാനത്ത് എന്തെങ്കിലും തരുമ്പോൾ അതിൽ വി മുരളീധരൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും എല്ലാ കാലവും ചർച്ച ചെയ്യപ്പെടണമെന്നും അതിങ്ങനെ പ്രോജ്വലമായി നിൽക്കണമെന്നുമുള്ള താല്പര്യവും തീരുമാനവും കേന്ദ്ര സർക്കാരിനുണ്ട് എന്നാണ് ആ പ്രസ്താവനയിൽ നിന്നും ഈ ശിലാഫലകത്തിൽ നിന്നും ഒക്കെ മനസ്സിലാവുന്നത്. അവരെ വെറുപ്പിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എന്ത് കിട്ടുമെന്നാണ്? അല്ല, ഈ വികസന കഴക്കൂട്ടത്ത് നടന്ന സംഭവം നമ്മുടെ വികസന കാര്യത്തിന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ സഹായിക്കുന്നതിനെ സംബന്ധിച്ച് ഇത് രണ്ടാണ്.
ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരള സംസ്ഥാനം എന്ന് പറയുന്നത്. കേരള സംസ്ഥാനത്തെ സഹായിക്കുവാനുള്ള എല്ലാ ബാധ്യതയും കേന്ദ്രത്തിലുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. BJPയുടെ പ്രധാനമന്ത്രി RSSന്റെ പ്രധാനമന്ത്രി അല്ല. അത് RSS ആണെങ്കിൽ പോലും. പക്ഷേ പിന്നെ സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടേണ്ട ന്യായമായ ആനുകൂല്യങ്ങൾ കിട്ടണം. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ പിന്നെ ഏറ്റക്കുറച്ചിലുണ്ടായിരിക്കും. അത് എല്ലാ സംസ്ഥാനങ്ങളെയും സഹായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സംസ്ഥാനത്തെ സഹായിക്കുന്ന കാര്യത്തിൽ കുറവ് ഉണ്ടായ അവസരത്തിലൊക്കെ തന്നെയാണ് ഭീകരവാദവും അതുപോലെ തന്നെ പ്രാദേശിക ചിന്താഗതിയും വർഗീയവാദവും ഒക്കെ തന്നെ നടന്ന രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത്. കേരളത്തിന് കിട്ടേണ്ട BJP സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നു. ഇവിടെയൊക്കെ അതിന് കേരളത്തിന് അർഹതപ്പെട്ട പിന്നെ സാമ്പത്തിക സഹായം കിട്ടുന്നു, വികസനത്തെ സഹായിക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം നരേന്ദ്രമോദിയുടെയും മുരളീധരൻ്റെയും ഇവിടുത്തെ BJP നേതാക്കളെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സ്വത്താണ്. ജാതിമത ശക്തികൾ ആവശ്യപ്പെട്ടാൽ കൊടുക്കുന്ന പിന്നെ വികസനമാണ്. BJPയുടെ പിന്നെ BJPയുടെ ഇവിടുത്തെ എല്ലാ നേതാക്കളുടെയും പേര് പിന്നെ കല്ലിൽ എഴുതി വെച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കാശ് തരുള്ളൂ എന്നെല്ലാം പറയുന്നത് ശുദ്ധ വിവരക്കേടും പിന്നെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും മനസ്സിലാക്കാതെയും യഥാർത്ഥ കാര്യങ്ങൾ പറഞ്ഞാൽ ആ കാര്യങ്ങളിൽ നിന്ന് മാറി വേറെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ചർച്ച ചെയ്ത് ഒരുവിധം ഈ ചർച്ചയെ തന്നെ അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിലുള്ള സമീപനമാണ്. രാജേഷ്, അവസാനമായി അതിനുള്ള മറുപടി എന്താണ്? ഇക്കാര്യത്തിൽ അനാവശ്യമായി ഫെഡറൽ സംവിധാനത്തെ അട്ടിമറിക്കുകയും അതിനകത്ത് പാർട്ടി താല്പര്യം കുത്തിത്തിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ BJP സർക്കാർ എന്നാണ്. അതാണ് നേരത്തെ പറഞ്ഞ ഈ ഉദാഹരണങ്ങളെല്ലാം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അവിടെ സംസ്ഥാന സർക്കാരിന് പദ്ധതി ആവശ്യമുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ചോദിക്കുന്നു, നിങ്ങൾ തരുന്നു. അല്ലെങ്കിൽ 30 ഫുഡ് പാർക്കുകൾ പ്രഖ്യാപിച്ചെങ്കിൽ അതിലൊന്ന് തരാൻ ഉദ്ദേശമുണ്ടെങ്കിൽ തരുന്നു. അതിന് BJPയുടെയോ അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള BJPക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ടാർഗറ്റഡ് ആയിട്ടുള്ള സംഘടനയൊക്കെ ആവശ്യപ്പെട്ടാൽ അവരുടെ കൂടെ താല്പര്യം പരിഗണിച്ച് തരൂ എന്നൊക്കെ പരസ്യമായി പ്രഖ്യാപിക്കുന്നത് കൃത്യമായി നടന്നു പോകുന്ന ഫെഡറൽ സംവിധാനത്തിനകത്ത് അനാവശ്യമായി രാഷ്ട്രീയ താല്പര്യം കുത്തിത്തിരിയുകയും അങ്ങനെ നടക്കുമെന്ന് പ്രഖ്യാപിക്കലുമല്ലേ അത്? DGP ഇവർക്ക് 3 മാത്രമേ എയർക്രാഫ്റ്റിനടുത്ത് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ല രാജ്യം നിലനിൽക്കുന്ന താങ്കൾ ചോദ്യം ചോദിക്കുന്നത് ശിവൻകുട്ടി MLA കേൾക്കുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഞങ്ങൾക്കിവിടെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ചർച്ച നടക്കുന്നതിൽ. കാരണം ജനങ്ങൾ ചിന്തിക്കട്ടെ, ഇവിടെ BJP സ്വീകരിച്ചിരുന്ന സമീപനം ഇങ്ങനെയുള്ള ഏതൊക്കെ ചർച്ചകൾ നടന്നാലും ഞങ്ങൾ കേരളത്തിൽ വികസനം എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളായി മുമ്പോട്ട് പോകും. ഇവിടെ CPMന്റെയും ശിവൻകുട്ടി MLAയുടെയും ഒരു ആശങ്ക, സംസ്ഥാന ഭരണത്തിലും അവരില്ല, കേന്ദ്ര ഭരണത്തിലും അവരില്ല. അപ്പോൾ ഇവിടെ വികസനം നടന്നു കഴിഞ്ഞാൽ അത് എന്തായാലും CPMന്റെ അക്കൗണ്ടിൽ വരികയില്ല. CPM ആണ് ചെയ്തതെന്ന് അവർക്ക് അവകാശപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജനമനസ്സുകളിൽ നിന്നും CPM ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ ഇവിടെ വികസനം നടന്നില്ലെങ്കിലും പ്രശ്നമില്ല, ഞങ്ങളില്ലാതെ ഒന്നും നടക്കരുത്, ഞങ്ങളില്ലെങ്കിൽ ഞങ്ങൾ തടസ്സപ്പെടുത്തും. എന്നാൽ ഇവർക്ക് കിട്ടിയപ്പോൾ ഇവരെല്ലാം ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടുമില്ല. ഈ ചിന്താഗതി മാറി, ഈ രാഷ്ട്രീയം മാറി, സഖാക്കൾ ഉൾപ്പെടെ, പാവപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ ഉൾപ്പെടെ ശിവൻകുട്ടി MLAയുടെ വികസന മുരടിപ്പിന്റെ രാഷ്ട്രീയമല്ല, BJP മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ പ്രത്യയശാസ്ത്രത്തെയാണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ തീരുമാനങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകും. ഞങ്ങൾ അരുതാത്തത് യാതൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു BJPക്കാർ ഇടപെട്ട് അലങ്കോലമാക്കുന്നു. സഖാവേ, എല്ലാ കാര്യങ്ങളും നിയമസഭ ഉൾപ്പെടെ അലങ്കോലമാക്കുന്നത് എന്താണെന്ന് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബഹുമാനപ്പെട്ട കാർത്തികേയൻ, യശശരീരനായ കാർത്തികേയൻ ആരെയാണ് അലങ്കോലപ്പെടുത്തരുതെന്ന് പറഞ്ഞതുകൊണ്ട് താക്കീത് ചെയ്തെന്ന് എല്ലാ പേർക്കും അറിയാം. അതുകൊണ്ട് പ്രോട്ടോകോൾ ലംഘനത്തെക്കുറിച്ച് പറയാൻ താങ്കൾക്ക് അവകാശമില്ല, അഴിമതിയെക്കുറിച്ച് പറയാൻ താങ്കൾക്ക്, അഴിമതിക്കെതിരെ പറയാൻ താങ്കൾക്ക് അവകാശമില്ല, വികസനത്തെക്കുറിച്ച് പറയാൻ താങ്കൾക്ക് അവകാശമില്ല. എല്ലാം മുടക്കി കേരളത്തെ പിന്നോട്ട് വലിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവ് മാത്രമാണ് താങ്കൾ. ശ്രീ വി രാജേഷ് ചർച്ചയിൽ പങ്കെടുത്തതിനൊപ്പം വി ശിവൻകുട്ടി MLA. ബിഗ് സ്റ്റോറി പൂർണ്ണമാവുകയാണ്.